ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് കപ്പയും അതിൻ്റെ കൂട്ടത്തിൽ നമ്മളുടെ സീ ഫുഡിൻ്റെ ഒരു കോംബോയും കൂടെയാണ്. ഇതിപ്പം ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഞാൻ ആദ്യം മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കുവാണ്. ഇതിപ്പം നമ്മൾ ഫസ്റ്റ് ഒരൈറ്റം കൂന്തല ചെയ്യുന്നത്. അതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, പിന്നെ അരച്ച ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഇതിൻ്റെ അകത്തോട്ട് പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ നാരങ്ങയാണ് പിഴിഞ്ഞു കൊടുക്കുന്നത്. ഏതാണ്ട് ഒരു നാരങ്ങയോളം ഞാൻ ഇതിൻ്റെ അകത്തോട്ട് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതല്ല, ഇനി പുളിവെള്ളമാണ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി ഒരു സൈഡിൽ മാറ്റി വയ്ക്കുക. ഇനിയിപ്പം നമ്മൾ മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി അരച്ച അതേ ജാറിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും ഒരു തക്കാളി, ഒന്നല്ല 2 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് തക്കാളി ശരിക്കും അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞിടുന്നത്. പിന്നെ മീൻ കറിയുടെ ഒക്കെ റെസിപ്പി ഒത്തിരി നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പിയായത്. അതുകൊണ്ടാണ് ഇത് ഞാൻ ഇങ്ങനെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ, അതായത് ഒരു വ്ളോഗിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ചേർക്കുന്നത്. ഇപ്പോൾ സെപ്പറേറ്റ് വേണമെന്നാണ് നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ അത് സെപ്പറേറ്റ് ചെയ്യാവേ. അതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ആ സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനിയിപ്പം മീൻ വെക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചു. വെളിച്ചെണ്ണ ഒന്ന് തിളച്ച് വന്നതും കടുക് ഉലുവയിട്ട് പൊട്ടിച്ചിട്ട് ചെറിയുള്ളി ഒന്ന് അരിഞ്ഞിട്ട് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്ത് വഴറ്റുക. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് നേരത്തെ നമ്മൾ തക്കാളി എല്ലാം കൂടെ അരച്ച് വെച്ചില്ലേ, അതൊന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്ത് ഇതിൻ്റെ എണ്ണ തെളിയുന്ന ഭാഗം വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. അതിൻ്റെ കൂടെ കറിവേപ്പിലും കൂടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് എണ്ണ തെളിഞ്ഞ് വന്നതും അതിൻ്റെ അകത്തോട്ട് മിക്സി കഴുകിയ വെള്ളം, അതായത് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ കുടംപുളിയും ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് തിളച്ച് നന്നായിട്ട് തിള വന്നതും അതിൻ്റെ അകത്തോട്ട് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാനിപ്പോൾ അയലയാണ് മീൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ആദ്യം എല്ലാ മീനും കവറാവുന്ന രീതിയിൽ നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് തന്നെ ഇതൊന്ന് മറിച്ചും തിരിച്ചും എല്ലായിടത്തും എത്തുന്ന പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് കൂന്തൽ കറിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ആ ഒരു മസാല ടൈപ്പ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ചീനച്ചട്ടി എടുത്ത് ഒരു 5-6 വെളുത്തുള്ളിയും പിന്നെ 2 സവോളയും കൂടെ എണ്ണ ചൂടായതും അതിൻ്റെ അകത്തോട്ടിട്ട് നന്നായിട്ട് ആ സവോള ശരിക്കും മെൽറ്റ് ആവുന്നത് പോലെ നന്നായിട്ട് വഴണ്ട് വരണം. ഇതിൻ്റെ കൂടെ കറിവേപ്പിലയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഞാനൊരു 2 വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് പുളിത്തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് പുളി ഇഷ്ടമുള്ളവർക്ക് പുളിത്തക്കാളി എടുക്കാം, ഇല്ലെന്നാണ് സാധാരണയായാലും മതി. എന്നിട്ട് ഇതൊന്ന് വഴണ്ട് വന്നതും അതിൻ്റെ അകത്തോട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തു. ഇനി ഈ ഒരു കൂട്ടിനെ നന്നായിട്ട് മാഷ് ആവുന്ന രീതിയിൽ വഴറ്റി എടുക്കുക. ഇതൊന്ന് വഴണ്ട് വന്നതും നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചില്ലേ, ആ കൂന്തലിൻ്റെ കൂട്ടെല്ലാം കൂടി ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്ത് അതൊരു സൈഡിൽ മൂടി വയ്ക്കുക. ഈ സമയം ഇപ്പം നമ്മൾ മീൻ ഏതാണ്ട് ഒരു പകുതി വേവായിട്ടുണ്ട്. അതുകൊണ്ട് മീൻ പൊട്ടാത്ത രീതിയിൽ വേണം തവി വെച്ചിട്ടാണ് ഇളക്കുന്നതെങ്കിൽ ഇളക്കി കൊടുക്കാൻ. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതല്ലാണ്ട് തേങ്ങ അരച്ചിട്ടുള്ള മീൻകറി നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് തേങ്ങാപ്പാലിൻ്റെ അകത്ത് ഇത് 1-ാം പാലാണ് ചേർത്ത്. ഇതല്ലെന്നാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 2-ാം പാലിൽ മീൻ തിളപ്പിച്ചിട്ട് 1-ാം പാൽ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു പാൽ മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇതൊന്ന് നന്നായിട്ട് ചുറ്റിച്ച് കറിവേപ്പില ഇട്ട് മൂടി വെച്ചിട്ടുണ്ട്. മീൻകറി റെഡിയായി. ഈ സമയം നമ്മുടെ കൂന്തൽ ഏതാണ്ട് അതിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങുമല്ലോ, ആ വെള്ളം ഇറങ്ങിയത് ഒന്ന് ചെറുതായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇത് ഇനിയിപ്പം ഉപ്പും മുളകും എരിവും എല്ലാം കൂടെ ഒന്ന് നോക്കുക. എന്നിട്ട് ആവശ്യമുണ്ടെന്നാണെങ്കിൽ ഇതിന് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിപ്പം കപ്പയാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരു മുറി തേങ്ങയും അതിൻ്റെ കൂട്ടത്തിൽ വെളുത്തുള്ളി, മുളകിന് ഞാൻ കാന്താരി എടുത്തിരിക്കുന്നത്, ജീരകം, പിന്നെ മഞ്ഞൾപ്പൊടി, ഇത്രയും കാര്യങ്ങൾ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് ഉപ്പിട്ടിട്ടാണ് ഞാൻ കപ്പ വേവിച്ച് വെച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്തോട്ട് നമ്മളിപ്പോൾ തേങ്ങ ഒന്ന് ചതച്ചെടുത്തില്ലേ, അതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. കറിവേപ്പില എത്രത്തോളം ചേർക്കുന്നോ അത്രയും ടേസ്റ്റ്. അപ്പം നമ്മളുടെ കയ്യിൽ എത്രത്തോളം അവൈലബിലിറ്റി ഉണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മാഷ് ചെയ്ത് മിക്സാക്കി ഒരു 10 മിനിറ്റ് ഒന്ന് ആവി കയറാൻ വെക്കണം.
ആ സമയത്ത് ഇപ്പുറത്ത് ഞാൻ കൂന്തലിൻ്റെ അകത്ത് നോക്കി ഫൈനൽ ടച്ചപ്പിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അന്നേരത്തേക്കും നമ്മളുടെ കൂന്തലിൻ്റെ ആ ഒരു മസാല റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിനാണേലും അടിപൊളി ഒരു കറിയാട്ടോ. ഇതിപ്പം നമ്മളുടെ കപ്പയ്ക്കകത്ത് തേങ്ങയുടെ കൂട്ടെല്ലാം അത്യാവശ്യം നാവി കയറി ആ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നന്നായിട്ട് നമ്മളുടെ പൊട്ടറ്റോയുടെ മഷർ വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ലൊരു തടിത്തവി വെച്ചിട്ടോ നന്നായിട്ട് ഈ കപ്പ ഒന്ന് മിക്സ് ആവുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കുക. ഇത്രയും ചെയ്ത് നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കണവയും മീൻകറിയൊക്കെ കൂട്ടിയിട്ടുള്ള കപ്പ റെഡിയായി. അത്യാവശ്യം ഇത് നല്ലൊരു ടേസ്റ്റുള്ള റെസിപ്പിയാണ്. പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കണേ. താങ്ക്